ഉള്ളിലൊരോണം. തുമ്പപ്പൂ തുമ്പിലാടുമൊരു തുമ്പിക്കുഞ്ഞോളെ. നിറവാർന്ന ഓണസ്മൃതികൾ. ഉള്ളിലൊരോണം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒത്തുചേരലിന്റെയും ഓർമ്മപ്പെടുത്തലായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. മലയാളിയുടെ മനസ്സ് നിറയ്ക്കുന്ന ഗൃഹാതുരത്വമുണർത്തുന്ന ഏറ്റവും മനോഹരമായ കാലം. ജാതി മതഭേദമന്യേ എല്ലാവരും ഒന്നിച്ചിരുന്നുണ്ടെന്ന ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം ദേശീയോത്സവം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാണിരുന്ന ആ പഴയ നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓണം. സ്നേഹവും സമത്വവും സന്തോഷവും നിറഞ്ഞ ആ സുന്ദര കാലത്തെക്കുറിച്ച് ചിന്തിക്കാനും മാറ്റിവെക്കപ്പെട്ട മനുഷ്യബന്ധങ്ങളെ വീണ്ടും കൂട്ടിയിണക്കാനും ഈ ദിനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പഴയകാലത്തെ ഓണാഘോഷങ്ങൾ കേവലം ആഘോഷങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് പകർന്നു നൽകലിന്റെയും കാപട്യമില്ലാത്ത സ്നേഹബന്ധങ്ങളുടെയും പാരമ്യമായിരുന്നു. കാർഷിക സമൃദ്ധിയുടെ ആ നാളുകളിൽ ഗ്രാമത്തിലെ ഓരോ വീടും മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ പങ്കാളികളായി. എല്ലാ മനുഷ്യരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ആ പഴയ കാലത്തെ ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: സന്തോഷമെന്നത് തനിയെ അനുഭവിക്കാനുള്ളതല്ല, മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കൂടിയുള്ളതാണ്. ഇന്നത്തെ ഓണസ്മൃതികളിലേക്ക്. നമസ്കാരം. ഞാൻ TVM അലി, സാഹിത്യകാരൻ, പത്രപ്രവർത്തകൻ, നവമാധ്യമങ്ങളിൽ ഡിജിറ്റൽ ക്രിയേറ്റർ എന്നിങ്ങനെ പ്രവർത്തിക്കുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് പട്ടാമ്പി ഗുരുവായൂർ റോഡിൽ ഞാങ്ങാട്ടിയിലാണ് ഞാൻ താമസിക്കുന്നത്. കർക്കിടകത്തിലെ അവസാന ദിവസം അത്തം ആഘോഷിച്ചതോടെ ഈ വർഷത്തെ ഓണാഘോഷം നാം തുടങ്ങിക്കഴിഞ്ഞു. ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഗൃഹാതുര സ്മരണകൾ ഊഞ്ഞാലാടും എന്നുറപ്പാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 6 പതിറ്റാണ്ടിന്റെ ഓണം ഓർമ്മകൾ അയവിറക്കാനുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് അതൊക്കെ പറഞ്ഞു തീർക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഏറ്റവും ഹൃദ്യമായ ചില കാര്യങ്ങൾ മാത്രം പറയാം. 6 പതിറ്റാണ്ട് മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഗ്രാമം ഒരു കാർഷിക ഗ്രാമമായിരുന്നു. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും കതിരണിഞ്ഞ നെൽപ്പാടങ്ങൾ കാണാം. പട്ടാമ്പി ഗുരുവായൂർ റോഡിൻ്റെയും പൊന്നാനി പാലക്കാട് റോഡിൻ്റെയും ഇരുവശങ്ങളിലും നീണ്ടു പരന്നു കിടക്കുന്ന വയലേലകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ കഥയല്ല കേട്ടോ, പഴയ കഥയാണ്. കർക്കിടകത്തിലെ തോരാത്ത മഴയും ശൈത്യവും മൂലം പണിയില്ലാതായ കർഷക തൊഴിലാളികളുടെ കുടുംബങ്ങൾ പഞ്ഞമാസം പത്തി വിടർത്തുന്ന ഒരു കാലമായിരുന്നു അത്. ഞങ്ങൾക്കൊരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. പ്രധാനമായും പാടത്ത് പണിയെടുക്കുന്നവരുടെ കച്ചവടമായിരുന്നു ഏക വരുമാന മാർഗം. പഞ്ഞമാസക്കാലത്ത് കച്ചവടം കുത്തനെ ഇടിയും. പഞ്ഞമാസത്തിന്റെ നോവും വേവും ഞങ്ങളുടെ വീട്ടിലും പതുങ്ങിയെത്തും. റേഷൻ കടയിൽ അരിക്ക് പകരം ഉണക്കക്കപ്പയാണ് കിട്ടുക. അത് വാങ്ങിക്കൊണ്ടുവന്ന് ഇടിച്ചു പൊടിച്ച് പുട്ടുണ്ടാക്കി ഭക്ഷിക്കും. നാളികേരത്തിനും ആ കാലത്ത് ക്ഷാമമായിരുന്നു. പുട്ടിന്റെ കഷ്ണം മുറിക്കാൻ അന്ന് അവിലാണ് ചേർക്കുക. അങ്ങനെ വിശക്കുന്ന നേരത്തൊക്കെ കപ്പപ്പുട്ടും മുതിരയും കഴിക്കും. അക്കാലത്ത് ധാരാളം മത്തി കിട്ടാറുണ്ട്. മീൻ കച്ചവടക്കാർ മത്തി ബാക്കിയായാൽ ആവശ്യക്കാർക്ക് വാരിക്കൊടുക്കും. അങ്ങനെ മത്തി സുലഭമായി കിട്ടുന്ന ദിവസം അത് എണ്ണയില്ലാതെ ദം ചെയ്ത് വേവിച്ച് യഥേഷ്ടം കഴിക്കാറുണ്ട്. അങ്ങനെ ദുർഘടമായ കർക്കിടകം കടന്നാണ് നല്ല തെളിച്ചമുള്ള ചിങ്ങമെത്തുക. ചിങ്ങം വന്നാൽ സമൃദ്ധിയാണ്. ആദ്യം കുത്തിരിച്ചോറ് തിന്നുന്നത് ചിങ്ങത്തിലാണ്. തൊട്ടുപിറകെ ഓണമെത്തുന്നതോടെ ഭക്ഷ്യഭദ്രത കൈവന്ന അവസ്ഥയാവും. ഞങ്ങളുടെ തൊട്ടടുത്ത് പന്തല്ലൂർ വീടുണ്ട്, മുണ്ടത്ത് വീടുണ്ട്, കടാത്തൂടി വീടുണ്ട്. എൻ്റെ പ്രായക്കാരായ കൂട്ടുകാരുടെ വീടുകളാണത്. വെളുത്തപ്പു നായരും അമ്മു അമ്മയും സുന്ദരനും ഷീലയും ഉദയനും രമണിച്ചേച്ചിയും കറുത്തപ്പു നായരും വേശുകാടത്തിയും രാമകൃഷ്ണനും സേതുവും ഗോപാലേട്ടനും ലക്ഷ്മി അമ്മയും സരസ്വതിയും അച്യുതനും പമ്പാവാസനും അടങ്ങിയവരൊക്കെ ഞങ്ങളെ നന്നായി സൽക്കരിക്കാറുണ്ട്. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം എന്നീ 4 ദിവസവും സമൃദ്ധമായ ഭക്ഷണമാണ്. ഓരോ നേരവും ഓരോ വീട്ടിലാണ് ഓണവിരുന്ന്. പട്ടിണിക്ക് ശമനം കണ്ടിരുന്ന ആ ഓണനാളുകൾ എങ്ങനെ മറക്കാനാണ്.
അന്നത്തെ കുടുംബനാഥരിൽ മിക്കവരും ഇന്നില്ല. ഓരോ ഓണവും അവരെക്കുറിച്ചുള്ള ഓർമ്മ ദിനങ്ങൾ കൂടിയാണ്. ഓരോ വീട്ടിലും പുഴുങ്ങിയ നേന്ത്രപ്പഴം, പൊരിച്ച ഉണക്കസ്രാവ് അല്ലെങ്കിൽ കോഴിക്കറി എന്നിവ അധിക വിഭവമായി ഉണ്ടാവാറുണ്ട്. 4 ദിവസവും ഓണവിഭവങ്ങൾ കൊണ്ട് വയറ് പൊട്ടുന്ന നാളുകളാണ്. വിശപ്പുരഹിത ദിനങ്ങളാണ് ഞങ്ങളുടെ ഓരോ ഓണക്കാലവും. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും വരുമ്പോൾ അയൽക്കാരെല്ലാം ഞങ്ങളുടെ അതിഥികളായി വരും. അന്തിയുറങ്ങുന്നത് ഞങ്ങൾ പല വീടുകളിലാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരു വീട്ടുകാരായിരുന്നു. ഇല്ലായ്മയും വല്ലായ്മയും പരസ്പരം പങ്കുവഹിച്ചിരുന്ന ആ നല്ല നാളുകളിലൂടെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലം കടന്നുപോയിരുന്നത്. അന്ന് പട്ടാമ്പി ഗുരുവായൂർ റോഡിൽ ഒറ്റപ്പെട്ട വാഹനങ്ങളാണ് ഓടിയിരുന്നത്. കാളവണ്ടികളാണ് അധികവും കാണുക. 1-2 ബസ്സാണ് ഈ റൂട്ടിൽ ഓടിയിരുന്നത്. ഏറെക്കുറെ വിജനമായിരുന്ന ഈ നിരത്തിലാണ് ഞങ്ങളുടെ സായാഹ്നങ്ങൾ കാറ്റുവെള്ളം കിടക്കുക. റേഡിയോ പാട്ട് കേട്ടിരുന്നതും ആ റോഡിൽ കാറ്റുകൊണ്ട് കിടന്നുകൊണ്ടായിരുന്നു. ഈ നിരത്ത് ഇന്നിപ്പോൾ മുറിച്ചു കടക്കാനാവാത്ത വിധം വാഹനപ്രളയമാണ്. നിളാനദി ആകെ മാറിപ്പോയതുപോലെ കാർഷിക സംസ്കാരവും ഇല്ലാതായി. വയലുകളിൽ ഭവന സമുച്ചയങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും നിറഞ്ഞു കഴിഞ്ഞു. കൃഷിയിൽ നിന്ന് കച്ചവടത്തിലേക്ക് ആളുകൾ കൂടുമാറി. ഉന്നല്ലരിച്ചോറും കുത്തിരിയുണ്ണലും ഓർമ്മ മാത്രമായി. ഇന്നിപ്പോൾ റെഡി കിറ്റ് ഓണമാണ്. വീട്ടിൽ ഒന്നും ഉണ്ടാക്കണ്ട, ഓർഡർ കൊടുത്താൽ വിഭവസമൃദ്ധമായ ഓണസദ്യ വീട്ടിലെത്തും. റീൽസിൽ രമിച്ച് നമ്മളിത് തിന്നു തീർക്കും. കാലം മാറുകയാണ്. അപ്പോൾ ഓണത്തിന് മാത്രം മാറാതെ മാറി നിൽക്കാൻ പറ്റില്ല. പുതുതലമുറയുടെ ഓണം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാനും പറ്റില്ല. ഓരോ കാലത്തും ഓരോ ജീവിതവും മാറ്റത്തിന് വിധേയമാണ്. അപ്പോൾ ഓണവും പെരുന്നാളും ക്രിസ്മസും എല്ലാം മാറിക്കൊണ്ടിരിക്കും. എങ്കിലും പഴയ തലമുറയ്ക്ക് ഓരോ ഓണവും ഗൃഹാതുര സ്മരണയാണ്. പിന്നിട്ട പട്ടിണിക്കാലത്തിന്റെ ഓർത്തെടുക്കലാണ്. നന്മ മരങ്ങളായി തണലാകിയവരെ അനുസ്മരിക്കലാണ്. ഇന്നിപ്പോൾ മരുന്ന് ഭക്ഷണമാവുകയും ഭക്ഷണം മരുന്നിന്റെ മാത്രമായി പരിമിതമാവുകയും ചെയ്ത ഭക്ഷ്യ സ്വയം പര്യാപ്തയുടെ വർത്തമാനകാലത്തിരുന്നു കൊണ്ട് നമുക്ക് പോയ ആ പഴയ ഓണനാളുകളെ പൂവിളിയോടെ മാടി വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ തിരുവോണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഒരു കാലത്ത് ഓണമെന്നാൽ വീടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. വീടതിരുകൾക്കപ്പുറത്തേക്ക് സ്നേഹം ഒഴുകിയെത്തിയ നാളുകളായിരുന്നു അത്. ഇന്ന് സദ്യയും പൂക്കളുമെല്ലാം പണം കൊടുത്ത് വാങ്ങാൻ കിട്ടുമെങ്കിലും പരസ്പരം കണ്ടുമുട്ടാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും മനുഷ്യർക്ക് സമയമില്ലാതായിരിക്കുന്നു. ആ പഴയ പങ്കുവെക്കലിന്റെ നാട്ടുനന്മകളെ വീണ്ടെടുക്കലാണ് യഥാർത്ഥത്തിൽ ഓരോ ഓണവും നമ്മോട് ആവശ്യപ്പെടുന്നത്. വീണ്ടും എത്താം ഓണസ്മൃതികളുമായി. ഉള്ളിലൊരോണം. തുമ്പപ്പൂ തുമ്പിലാടുമൊരു തുമ്പിക്കുഞ്ഞോളെ. നിറവാർന്ന ഓണസ്മൃതികൾ.